നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻത്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ആരോഗ്യ സർവകലാശാല നോർത്ത് സോൺ കലോത്സവത്തിന് പരിയാരത്ത് തിരിതെളിഞ്ഞു. ഇത്തരം കലോത്സവങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PK ശ്രീമതി ടീച്ചർ MP. ആലപ്പടമ്പിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവമെന്ന് വീട്ടുകാർ. പടന്ന പഞ്ചായത്തിൽ തയ്യാറാക്കിയ വാർഡ് വിഭജന രൂപരേഖ പക്ഷപാതപരവും അശാസ്ത്രീയവുമെന്നാരോപിച്ച് LDF പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നയാൾ UDFന് വിടുവേല ചെയ്യുന്നുവെന്ന് K കുഞ്ഞിരാമൻ MLA. സ്വാഭാവികമായും CPM ഇടപെടുന്ന മേഖലകളിലെല്ലാം അവരുടെ സ്വാധീനം ചെലുത്താനുള്ള സാഹചര്യം. പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങളുമായി GSTUവിന്റെ കാസർഗോഡ് ജില്ലാതല വാഹന പ്രചരണ ജാഥ. ഹക്കിമിന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി സത്യാഗ്രഹി അത്തായി ബാലന്റെ നാട്ടുകാരും പന്തലിൽ. മാവോയിസം കുറ്റകരമല്ലെന്നുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് പോകുന്നത് UDFിലെ പ്രശ്നങ്ങൾക്ക് മറയിടാനാണെന്ന് CPI-ML റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ. മാടായിക്കാവിൽ പ്രഖ്യാപിക്കപ്പെട്ട ക്ഷേത്രകലാ അക്കാദമിയുടെ ഉദ്ഘാടനം വീണ്ടും അനിശ്ചിതത്വത്തിൽ. അക്കാദമി ഉദ്ഘാടനം മാറ്റിവെക്കുന്നത് ഇത് 3ാം തവണ. ആസ്ഥാനം മാടായിൽ നിന്ന് മാറ്റാനുള്ള ചരട് വലികൾ ആരംഭിച്ചതായും ആക്ഷേപം. ഇടയിലക്കാട് കായലിൽ കല്ലുമ്മക്കായ കൃഷി ഇറക്കിയവർ വിളവെടുത്തത് നഷ്ടക്കണക്ക്. കായൽ വെള്ളം ജീർണിച്ചതാണ് കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ ഇടയാക്കിയതെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. കേരള ആരോഗ്യ സർവകലാശാല നോർത്ത് സോൺ കലോത്സവത്തിന് പരിയാരത്ത് തിരിതെളിഞ്ഞു. പരിയാരം ആയുർവേദ കോളേജിൽ PK ശ്രീമതി ടീച്ചർ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലോത്സവങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. സർവകലാശാലകൾ ആർട്സ് കോളേജുകൾക്ക് നൽകുന്നത് പോലെ പരിഗണന മെഡിക്കൽ കോളേജുകൾക്ക് നൽകാത്ത സ്ഥിതിയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് താൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മുൻകൈയെടുത്ത് ആരോഗ്യ സർവകലാശാല ആരംഭിച്ചത്. ഒരു വർഷം നമ്മുടെ കോളേജ് തലത്തിലോ അല്ലെങ്കിൽ യൂണിറ്റ് തലത്തിലോ പ്രാദേശിക തലത്തിലോ സോൺ തലത്തിലോ ഒക്കെ ഇപ്പൊ 4 ജില്ലകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഈ 4 ജില്ലകളിലെ നമ്മുടെ കുട്ടികൾ അവരുടെ വളരെ സർഗവാസന, അവരുടെ നൈസർഗികമായ കഴിവുകൾ ഇവിടെ മാറ്റുരക്കുമ്പോൾ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾ കലാപരിപാടികളോ ഏത് ഐറ്റം ആയാലും, സ്റ്റേജ് ഐറ്റം ആയാലും അല്ലെങ്കിൽ സ്റ്റേജ് ഐറ്റം അല്ലാത്ത ഐറ്റം ആയാലും നമുക്ക് ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ ഈ 4 ജില്ലകളിൽ നിന്ന് ലഭിച്ചാൽ അവരെ നമുക്ക് സ്റ്റേറ്റ് തലത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റും. ആദ്യകാലഘട്ടങ്ങളിൽ നേരിട്ട പ്രതിസന്ധികളെ അതിജീവിച്ച് ആരോഗ്യ സർവകലാശാല ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീമതി ടീച്ചർ MP അഭിപ്രായപ്പെട്ടു. റെഗുലർ കോളേജുകൾക്ക് കലാമത്സരങ്ങളിൽ അനുമതിയുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് കലോത്സവം കുറവാണ്. അതിന് മാറ്റം വരണം. സോൺ കലോത്സവങ്ങളിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് വരെ കലോത്സവം വളരണമെന്നും ശ്രീമതി ടീച്ചർ MP കൂട്ടിച്ചേർത്തു. മെഡിക്കൽ കോളേജിലെ അധ്യാപകൻ സനൽ കൃഷ്ണന്റെ ഹിന്ദി കവിതാ സമാഹാരം അൽഫാസിന്റെ പ്രകാശനവും MP നിർവഹിച്ചു.
ടി.വി. രാജേഷ് എം.എൽ.എ. മുഖ്യാതിഥിയായിരുന്നു. വൈസ് ചെയർമാൻ ദിലിൻ PM അധ്യക്ഷനായി. ഡോക്ടർ K.B. സുധികുമാർ, P.P. ദാമോദരൻ, സരിൻ ശശി, ഖദീജത്ത് സുഹൈല, ഡോക്ടർ രഘുനാഥൻ, ഡോക്ടർ ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ ഷാനു ഹസൻ സ്വാഗതവും മുഹമ്മദ് അമീൻ നന്ദിയും പറഞ്ഞു. ആലപ്പടമ്പിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. ആലപ്പടമ്പ് കൂട്ടുപുന്നയിലെ തെക്കടവൻ ദാമോദരന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവമെന്ന് വീട്ടുകാർ. രാത്രി 1 മണി സമയത്ത് നമ്മൾ പുറത്തൊരു ആൾക്കാരെ ശബ്ദം കേട്ട് ഞങ്ങൾ എണീറ്റ് നോക്കിയപ്പോൾ ഒരു 3 ബൈക്കിനകത്ത് 5 പേരുണ്ടായിരുന്നു. അതിൽ ആരുടാന്ന് ചോദിച്ചപ്പോൾ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ബോംബെറിഞ്ഞ് പോവുകയും ചെയ്തു. വീടിന് പുറത്ത് ലൈറ്റ് ഉണ്ടായിരുന്നതായും ബൈക്കിലെത്തിയ 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നും വീട്ടുകാർ പറയുന്നു. ബോംബേറിൽ വീടിന്റെ ജനൽച്ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. വീടിന്റെ തറയ്ക്കും ചുമരിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസും ASI പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി. വീട്ടുപരിസരത്തു നിന്നും സ്റ്റീൽ ബോംബിന്റെ അവശിഷ്ടങ്ങളും സംഘം കണ്ടെടുത്തിട്ടുണ്ട്. തളിപ്പറമ്പ് DYSP K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. പെരിങ്ങോം SI PV സജീവൻ, രാജൻ, ശ്രീകാന്ത് മിശ്ര എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് 31-ന് ദാമോദരന്റെ മകനു നേരെ വധശ്രമമുണ്ടായതായും പറയപ്പെടുന്നു. പടന്ന പഞ്ചായത്തിൽ നടപ്പാക്കാൻ തയ്യാറാക്കിയ വാർഡ് വിഭജന രൂപരേഖ അങ്ങേറ്റം പക്ഷപാതപരവും അശാസ്ത്രീയവുമാണെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. K. കുഞ്ഞിരാമൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആയിരത്തോളം പഞ്ചായത്ത് ലീഗുകാരുടെ പടന്ന ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പുനർവിഭജന പ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥർ UDFന് അനുകൂലമായി പ്രവർത്തിക്കുകയാണെന്നും അശാസ്ത്രീയമായാണ് വിഭജന രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളതെന്നും ആരോപിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ UDFന് വിടുവേല ചെയ്യുകയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് K. കുഞ്ഞിരാമൻ MLA ആരോപിച്ചു. ഈ അഴിമതിയിൽ നിന്നും പിറകോട്ടാണ്. മുസ്ലിം ലീഗുകാരോട് ഈ അഴിമതി നടത്തിയിട്ടുള്ള പണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് ഹറാമാണ്, ഇത് ചാരായം വിറ്റിട്ടുള്ള മദ്യം വിറ്റിട്ടുള്ള പണമാണ്, അഴിമതിയാണെന്ന്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഹറാമാണ്, അതുകൊണ്ട് പൈസ ആവശ്യമില്ല. K. മുരളി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. C. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, KP വത്സലൻ, M. അമ്പൂഞ്ഞി, പയനി കുഞ്ഞിരാമൻ, VP സുബൈദ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി GSTU സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല വാഹന പ്രചരണ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം C. രവി ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും CPM ഇടപെടുന്ന മേഖലകളിലെല്ലാം അവരുടെ സ്വാധീനം ചെലുത്താനുള്ള സാഹചര്യം ലഭിക്കുമോ എന്ന അന്വേഷണത്തിൽ CPM സഹയാത്രികരായ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും KSTയുടെയും ആളുകൾ ഈ പാഠപുസ്തകം പരിഷ്കരിക്കുന്നതിനകത്ത് നുഴഞ്ഞു കയറുകയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മികവും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നേട്ടങ്ങളും കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ അധ്യാപക സമൂഹവും രക്ഷിതാക്കളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് GSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാജൻ തൃക്കരിപ്പൂരിൽ പറഞ്ഞു. GSTU ജില്ലാതല വാഹന പ്രചരണ ജാഥയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ ഉപജില്ലാ പ്രസിഡന്റ് മധുസൂദനൻ അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C. രവി ഉദ്ഘാടനം ചെയ്തു. AJ പ്രദീപ് ചന്ദ്രൻ, അനിൽകുമാർ, KC സെബാസ്റ്റ്യൻ, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മലബാറിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളും കരിവള്ളൂർ സമരനായകനുമായിരുന്ന K. കൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനാചരണം കരിവള്ളൂരിൽ നടന്നു. അനുസ്മരണ സമ്മേളനം KK രാഗേഷ് MP ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി നഗറിൽ EP കരുണാകരൻ പതാക ഉയർത്തിയതോടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. പള്ളിക്കോവിലിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KK രാഗേഷ് MP ഉദ്ഘാടനം ചെയ്തു. ആദരണീയനായ സമുജ്വലമായ നേതൃത്വമായിരുന്നു കൃഷ്ണൻ മാസ്റ്റർ. ചിറക്കൽ താലൂക്ക് സെക്രട്ടറിയായും പാർട്ടിയുടെ സെക്രട്ടറിയായും EP കരുണാകരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C. കൃഷ്ണൻ MLA, V. നാരായണൻ, ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ,
പി സന്തോഷ്, എം വി അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ഹക്കീമിന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി സത്യഗ്രഹി അത്തായി ബാലന്റെ നാട്ടുകാർ സമരപന്തലിലെത്തി. അന്നൂരിൽ നിന്നും പ്രകടനമായാണ് സമരപന്തലിലെത്തിയത്. കെ വി നാരായണൻ മാസ്റ്റർ, കെ യു രാധാകൃഷ്ണൻ, കെ രാജീവ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഗായകൻ കെ പി മനോജ് കീർത്തനങ്ങൾ ആലപിച്ച് വേദി സംഗീത സാന്ദ്രമാക്കി. ആദ്യം നിരാഹാര സമരം നടത്തിയ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പന്തലിൽ എത്തിയിരുന്നു. നിരാഹാര സമരപന്തലിൽ CPML റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി CP ഉണ്ണിച്ചക്കൻ സന്ദർശിച്ചു. അത്തായി ബാലന് പിന്തുണയർപ്പിച്ച് സംസാരിച്ചു. കേരളം മാഫിയകളുടെ നാടായി മാറിയതായി ഭരണകർത്താക്കൾ തന്നെ സമ്മതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ മുതൽ സമരപന്തലിൽ വനിതകളുടെ ഉപവാസവും നടന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടന്ന ഉപവാസത്തിൽ 50ഓളം വനിതകൾ പങ്കെടുത്തു. മാവോയിസം കുറ്റകരമല്ലെന്നുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് പോകുന്നത് UDFിലെ പ്രശ്നങ്ങൾക്ക് മറയിടാനാണെന്ന് CPIML റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ടറോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിനു പോകുന്നത് UDF സർക്കാരിലുള്ള അഴിമതിയും ഗ്രൂപ്പ് പോരിനും മറയാക്കാനാണ്. ഭരണഘടന പ്രദാനം ചെയ്യുന്ന രൂപത്തിലുള്ള അതിർവരമ്പുകൾ ആരെങ്കിലും ലംഘിക്കുന്നുണ്ടോ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ചെയ്യാത്തോടത്തോളം കാലം ഏത് ഇസത്തിൽ വിശ്വസിക്കാനും വ്യക്തികൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ആ അവകാശത്തെ ധ്വംസിക്കാൻ ഒരു സർക്കാരിനും അധികാരമില്ല എന്നുള്ളതാണ്. അപ്പം അതുതന്നെയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ പരാമർശിച്ചുള്ള കാര്യം. മാവോ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് അപ്പീൽ പോകുന്നത് ശരിയല്ലെന്നും മാവോ വേട്ടയുടെ പേരിൽ കോടികളാണ് കേരളത്തിലെത്തുന്നതെന്നും രാജ്യത്ത് സാമ്പത്തിക നയങ്ങൾ കൊണ്ട് വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ മോഡിക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ പോകുമെന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റ് ഭീഷണിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഓഡിറ്റ് ഇല്ലാത്ത കോടിക്കണക്കിന് ഫണ്ടാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള വേരുകളില്ലാത്ത ഈ ഒരു വലിയൊരു ഭീഷണി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായി ഈ ഓഡിറ്റ് ഇല്ലാത്ത ഫണ്ട് തട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഇപ്പോൾ തൽക്കാലം അതിൻ്റെ നേതൃത്വ ആളുകളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി ആ അജണ്ടയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ലൈവായിട്ട് നിർത്തേണ്ടത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ട്, ഇവരുടെ ഈ അഴിമതിയും ഇത്രമാത്രം തീക്ഷ്ണമായി കൊണ്ടിരിക്കുന്ന UDFിനുള്ളിലെ പോരുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് തിരസ്കരിക്കാനും തമസ്കരിക്കാനും കൂടി ഇതൊരു അവസരമായിട്ട് വരും. പിന്നെ എന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമല്ല, പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ, ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ വെറും ഒരു തോക്കുകൊണ്ട് നേരിടാം എന്ന് പറയുന്ന മൗഢ്യമാണ് എന്നുള്ളത് അനുഭവങ്ങളിൽ നിന്ന് പോലും അവർ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. രാജ്യത്ത് ഗ്രാമങ്ങളും അതുപോലെ പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ സാമ്പത്തിക നയങ്ങളും രാജ്യത്ത് നടപ്പാക്കുന്ന നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പൊട്ടിത്തെറിയുടെ വക്കത്താണ്. ആ പൊട്ടിത്തെറിയുടെ വക്കത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു നയ സമീപനവും ഇപ്പോൾ ഒരു വർഷമായിട്ട് മോഡി നടത്തുന്ന നയങ്ങളില്ല. മാടായിക്കാവിൽ പ്രഖ്യാപിക്കപ്പെട്ട ക്ഷേത്രകലാ അക്കാദമിയുടെ ഉദ്ഘാടനം വീണ്ടും അനിശ്ചിതത്വത്തിൽ. അക്കാദമി ഉദ്ഘാടനം മാറ്റിവെക്കുന്നത് ഇത് 3ാം തവണയാണ്. ക്ഷേത്രകലാ അക്കാദമിയുടെ ആസ്ഥാനം മാടായിൽ നിന്നും മാറ്റാനുള്ള ചരടുവലികൾ ആരംഭിച്ചതായി ആക്ഷേപമുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ മാടായിക്കാവിൽ ആരംഭിക്കാൻ തീരുമാനിച്ച ക്ഷേത്രകലാ അക്കാദമി ചുവപ്പ് നാടയിൽ കുരുങ്ങി. മലബാറിലെ ക്ഷേത്രകലകൾക്ക് പുതുജീവൻ നൽകുന്നതിനും ശാസ്ത്രീയമായി കലകളെ പരിശീലിപ്പിക്കുന്നതിനുമാണ് ദേവസ്വം ബോർഡിന് കീഴിൽ അക്കാദമി ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി 50 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. അക്കാദമിയുടെ ഉദ്ഘാടനം 3 തവണ തീരുമാനിച്ചിരുന്നെങ്കിലും ഇതുവരെ നടപ്പായില്ല. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ സമയക്കുറവാണ് വ്യാഴാഴ്ച നടത്താനിരുന്ന ഉദ്ഘാടനവും മാറ്റിവെക്കാൻ കാരണമായി പറയുന്നത്. എന്നാൽ ഭരണപക്ഷത്തെ ചിലരുടെ ഇടപെടലാണ് അക്കാദമിയുടെ ഉദ്ഘാടനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്നും ജനസംസാരമുണ്ട്. മാടായിക്കാവിൽ അമൃതദായിനി കെട്ടിടത്തിൽ ക്ഷേത്രകലാ അക്കാദമി ആരംഭിക്കുന്നത് തടയുമെന്ന് BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേത്രകലാ അക്കാദമിയിൽ ക്ഷേത്രം ട്രസ്റ്റിയെ ഉൾപ്പെടുത്തിയെന്ന വിവരവും നിലനിൽക്കുന്നു. അതേസമയം ക്ഷേത്രകലാ അക്കാദമി ഭരണം ക്ഷേത്രത്തിലേക്ക് മാറ്റാനുള്ള ചരടുവലിയും അണിയറയിൽ സംഭവിക്കുന്നതായി ജനസംസാരമുണ്ട്. ഏതായാലും ഉത്തര മലബാറിലെ കലാരംഗത്തെ സമഗ്ര വികസനത്തിന് വഴിവെക്കുന്ന അക്കാദമി ഉടൻ ആരംഭിക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. തെരുവു നായ്ക്കളുടെയും പേപ്പട്ടികളുടെയും അക്രമങ്ങൾക്കിരയായി വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത് പല പ്രദേശങ്ങളിലും നിത്യസംഭവമായി മാറിയിരിക്കുന്നു.
തൃക്കരിപ്പൂർ IT പേക്കടം മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നായ്ക്കളുടെ അക്രമത്തിനിരയായും പേയിളകിയും ചത്തുവീണത് 10-ലേറെ പശുക്കളാണ്. സ്വതവേ പ്രതിസന്ധിയിലായ ക്ഷീരകർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് തെരുവു നായ്ക്കളുടെ വിളയാട്ടം. നാട്ടുവഴികളും നഗരപാതകളുമെല്ലാം നായ്ക്കൂട്ടങ്ങൾ കൈയടക്കിയിരിക്കുന്നുവെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. നാട് നായ്ക്കളുടെ വിളയാട്ട ഭൂമിയായി മാറിയിരിക്കുന്നു. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കൂട്ടമായെത്തി ആക്രമിച്ചു കൊന്നൊടുക്കിയിരുന്ന ഇവയുടെ പരാക്രമം വന്നുവന്നിപ്പോൾ വഴിയിൽ അസമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് നേരെയും ആവർത്തിക്കുകയാണ്. തെരുവുനായ്ക്കളുടെ കടിച്ചുകീറലുകൾക്ക് വിധേയരായി കഴിഞ്ഞ 5-6 മാസങ്ങൾക്കിടയിൽ ചികിത്സ തേടിയവർ നിരവധിയാണ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തെരുവുനായ്ക്കൂട്ടങ്ങൾ മനുഷ്യരിൽ ഭീതി പരത്തി വിഹരിക്കുകയാണ്. ആട്, കോഴി, പശു തുടങ്ങി വളർത്തുജീവികൾക്ക് നേരെ ഇവ നടത്തിയ അക്രമങ്ങൾക്ക് കണക്കില്ല. കഴിഞ്ഞ ദിവസം പേയിളകി തൃക്കരിപ്പൂർ മണിയനൊടിയിൽ K. രാജൻ എന്ന കർഷകന്റെ പശു ചത്തു. അതിനും 2 ദിവസം മുൻപ് ഇടയിലക്കാട്ടിലും സമാനമായ രീതിയിൽ കറവ പശു ചത്തുവീണിരുന്നു. പേപ്പട്ടിയുടെ കടിയേറ്റാണ് ഇവ പേയിളകി ചത്തതെന്ന് മൃഗഡോക്ടർ പരിശോധിച്ച് സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ ഭയപ്പാടിലായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇങ്ങനെ 10ഓളം കറവ പശുക്കളാണ് നായ്ക്കളുടെ അക്രമത്തിൽ ചത്തുവീണത്. സ്വതവേ ഉൽപാദന ചെലവ്, മതിയായ വിലകെട്ടായിക, അത്യധ്വാനം തുടങ്ങി നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ക്ഷീരകർഷകർക്ക് കന്നുകാലികൾ നായ്ക്കളുടെ അക്രമത്തിനിരയായി ചത്തുവീഴുന്നത് ഇരുട്ടടിയായി തീർന്നിരിക്കുകയാണ്. ഈ നായ്ക്കൂട്ടങ്ങളെ തുരത്താൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടയിലക്കാട് കായലിൽ കല്ലുമ്മക്കായ കൃഷിയിറക്കിയവർ വിളവെടുത്തത് കണ്ണീരിന്റെ നഷ്ടക്കണക്ക്. ബണ്ട് കെട്ടി തടഞ്ഞതിനാൽ കായലിലെ ഒഴുക്ക് മുട്ടി വെള്ളം ജീർണിച്ചതാണ് വിളവ് തീരെ മോശമാകാൻ ഇടയാക്കിയതെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. സർക്കാരുകൾ വലിയ വായിൽ കർഷക സ്നേഹം പ്രസംഗിക്കുമ്പോഴും ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചെയ്തു നൽകാതെ അധികാരികൾ തങ്ങളെ അവഗണിക്കുന്നതിന്റെ കഥ പറയുകയാണ് ഇടയിലക്കാട്ടെ ഒരു സംഘം കല്ലുമ്മക്കായ് കർഷകർ. ഒന്നും ഇതിലില്ല, വളരെ നഷ്ടമാണ്. ഒന്നും വേണ്ട, പറഞ്ഞിട്ടൊന്നും കാര്യമില്ലപ്പ, അതിലൊരു ഭാഗ്യം പോലെയാണ്. അശാസ്ത്രീയമായി മണ്ണിൽ നിർമ്മിക്കുന്ന ബണ്ടിനു പകരം ഒരു 100 മീറ്റർ ബണ്ട് ശാസ്ത്രീയമായി നിർമ്മിച്ചു നൽകിയാൽ തങ്ങൾക്കത് വലിയ അനുഗ്രഹമാകുമായിരുന്നു എന്നാണ് ലക്ഷങ്ങളുടെ ഫണ്ട് ധൂർത്തടിക്കുകയും ലാപ്സാക്കുകയും ചെയ്യുന്ന അധികാരികളോട് ഈ പാവം കർഷകരുടെ അഭ്യർത്ഥന. ചാക്കൊന്നിന് 3550 രൂപ നിരക്കിൽ 5 ചാക്ക് വിത്തിറക്കിയ MK രോഹിണി എന്ന കർഷക സ്ത്രീക്ക് ഇത്തവണ വിളവായി കിട്ടിയത് 3 ചാക്ക് കല്ലുമ്മക്കായി മാത്രമാണ്. വിത്തിറക്കിയതിന്റെ 4/1 മാത്രമേ മിക്കപ്പോഴും വിളവായി തിരിച്ചു കിട്ടുന്നുള്ളൂ എന്ന ദുരവസ്ഥയിലാണ് ഈ കർഷകരിൽ പലരും. ബണ്ടിൽ പാലം പണിത് നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചാലേ ഇതിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് ദീർഘകാലത്തെ കാർഷികാനുഭവ പരിചയമുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വൈക്കത്ത് പത്മനാഭൻ പറയുന്നു. 30 കൈ 35 കൈയാ കിട്ടില്ല. അത് ഇത് പറിച്ചിട്ട് ഇപ്പം 35 കൈ എടുത്താൽ കാച്ചാക്ക് കിട്ടില്ല. കാച്ചാക്ക് കിട്ടാൻ ഇപ്പം ഈ ബണ്ടിൻ്റെ പ്രശ്നമാണ്. ഈ ബണ്ടിൻ്റെ ഈടാന്ന് വെച്ചാൽ കണ്ണു വെച്ചില്ലെങ്കിൽ ഈട് മിമ്മണിക്കാറും ഈ കല്ലുമ കൃഷിക്കാരെല്ലാം മോശമാണ്. 2-3 കൊല്ലം ഈ പാവിയുടെ പ്രശ്നം വരുന്നതാണ്. ഈ പാവിയാണ് വഞ്ചിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ആർക്കുമില്ല. ഈ ഭാഗത്ത് നിന്ന് വിട്ട് ലേശം അങ്ങോട്ട് കുറശങ്ങളുണ്ട്. ഈ വണ്ടിൻ്റെ സൈഡിൽ എല്ലാവരും ഇങ്ങനെ ഇതേ മാറി ഈ കഷ്ടി 4 ചാക്കിട്ട് എന്നൊരു പെണ്ണും കിട്ടി കാച്ചാക്ക് കായ്. ഹക്കീം വധക്കേസിലെ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തി പ്രാപിപ്പിക്കുമ്പോൾ മറുവശത്ത് കൊല ചെയ്യപ്പെട്ട ഹതഭാഗ്യയായ ഹക്കീമിന്റെ വിധവയും മകനും പലഹാരങ്ങൾ തയ്യാറാക്കി വിൽപ്പന നടത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഈ ഉമ്മയുടെയും മകന്റെയും ദൈന്യത നിറഞ്ഞ കണ്ണുകളിൽ എപ്പോഴും ആ ചോദ്യമുണ്ട്. തങ്ങളുടെ ജീവിതം തകർത്തവർ നേടിയതെന്ത്? മനുഷ്യത്വം പറ്റിയവരാൽ ക്രൂരമായി തീയിട്ട് കൊല ചെയ്യപ്പെട്ട ഹക്കീം എന്ന സാധു മനുഷ്യന്റെ കുടുംബം ഇന്ന് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. സാമ്പത്തികമില്ലെങ്കിലും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഇവരുടെ കൊച്ചു കുടുംബത്തിലാണ് അക്രമികൾ കനൽ വീഴ്ത്തിയിരിക്കുന്നത്. 2014 ഫെബ്രുവരി 10 ഹക്കീം കൊല്ലപ്പെടുന്നത്. 9 വീട്ടിൽ നിന്ന് ഭാര്യയോടും മകനോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അത് അവസാനത്തേതായിരിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഹക്കീമിന്റെ അകാല ദുരന്തം ഉൾക്കൊള്ളാൻ സീനത്തിനും മകനും 15 മാസമായിട്ടും കഴിഞ്ഞില്ല. വേദനകൾ കടിച്ചമർത്തി കഴിയുമ്പോഴും പ്രതികളെ എന്നെങ്കിലും പിടികൂടുമെന്ന പ്രതീക്ഷയിലാണിവർ. കൊലയാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളിലെല്ലാം ഈ ഉമ്മയുടെയും മകന്റെയും സാന്നിധ്യമുണ്ട്. ഹക്കീം കൊല്ലപ്പെട്ടതോടെ ജീവിതം ദുരിതപൂർണമായി തീർന്ന ഈ കുടുംബം നിത്യച്ചെലവുകൾ കണ്ടെത്താൻ ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്.
ഹക്കീമിന്റെ സഹോദരൻ ഭാസ്കരൻ നടത്തുന്ന ചെറിയ പലഹാര നിർമ്മാണ യൂണിറ്റിൽ ജോലി ചെയ്താണ് സീനത്ത് ജീവിതമാർഗം കണ്ടെത്തുന്നത്. സീനത്തിനൊപ്പം മകൻ ഫാരിസും ഉമ്മയെ സഹായിക്കുന്നുണ്ട്. ഈ വർഷം 9ാം ക്ലാസ്സിലെത്തിയ മകന്റെ തുടർ പഠനത്തിനുള്ള ചെലവും എങ്ങനെ കണ്ടെത്തുമെന്ന ആദിയിലാണിപ്പോൾ സീനത്ത്. ഹക്കീം കൊല്ലപ്പെട്ട് നാളുകൾക്കുള്ളിൽ പയ്യന്നൂർ റെസ്റ്റ് ഹൗസിലെത്തിയ ആഭ്യന്തരമന്ത്രിക്ക് പ്രതികളെ കണ്ടെത്താനായി സീനത്തും മകനും നിവേദനം നൽകിയിരുന്നു. എന്തെങ്കിലും സാമ്പത്തിക സഹായവും ഇവരുടെ അപേക്ഷയിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഒരു മറുപടി പോലും ലഭിച്ചില്ലെന്ന് സീനത്ത് പറയുന്നു. കൊച്ചി ജുമാ മസ്ജിദ് ഭാരവാഹികൾ നൽകിയ ചെറിയ സാമ്പത്തിക സഹായം മാത്രമാണ് ആകെ ലഭിച്ച സഹായം. ഹക്കീമിന്റെ കൊലയാളികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സമരസംഘടനകൾ നിരവധിയുണ്ട്. പ്രതികളെ എത്രയും വേഗം പിടികൂടുമെന്ന പ്രതീക്ഷയിലാണിവർ. താങ്ങും തണലുമായിരുന്ന ഭർത്താവ് ഇനി തിരിച്ചുവരില്ല. മറഞ്ഞിരിക്കുന്ന കൊലയാളികൾ നിയമത്തിന്റെ മുന്നിൽ വന്നേ പറ്റൂ. പോരാട്ടത്തിന്റെ മുന്നണിയിൽ തന്നെയുണ്ട് ഹക്കീമിന്റെ ഭാര്യയും മകനും. അപ്പോഴും ഉപജീവനത്തിന്റെ വഴി കണ്ടെത്തിയേ മതിയാവൂ. അതാണ് ഇവിടെ കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. കുറ്റൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിരമിക്കുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കൃഷ്ണന് കുറ്റൂർ പൗരാവലിയുടെ സ്നേഹോഷ്മള യാത്രയയപ്പ്. യാത്രയയപ്പ് സമ്മേളനം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കുറ്റൂരിലെ പൗരാവലിയുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഡോക്ടർ പി കൃഷ്ണനുള്ള ഉപഹാര സമർപ്പണവും സി കൃഷ്ണൻ MLA നിർവഹിച്ചു. KV ഗോവിന്ദൻ, MK കുഞ്ഞപ്പൻ, P ദാക്ഷായണി, ശാരദ K, PV കമലാക്ഷി, K കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മേൽക്കൂര നിർമ്മിച്ചു നൽകി പൂർവ്വ വിദ്യാർത്ഥികളുടെ മാതൃകാ പ്രവർത്തനം. മോഡൽ ബോയ്സ് ഹൈസ്കൂൾ 1965-66 SSLC ബാച്ച് വിദ്യാർത്ഥികളാണ് കെട്ടിടത്തിന് മേൽക്കൂര നിർമ്മിച്ചു നൽകിയത്. സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ PK സേതുമാധവൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ PV അബൂബക്കർ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് M സഞ്ജീവൻ, കൗൺസിലർ മണിയറചന്ദ്രൻ, പ്രധാനാധ്യാപിക C വിനോദ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ വൈസ് പ്രസിഡന്റ് MK രാജൻ, സെക്രട്ടറി PP ബാലൻ എന്നിവർ സംസാരിച്ചു. അന്നൂർ കാറമേൽ റെഡ് സ്റ്റാർ ക്ലബ്ബ് ആതിഥ്യമരുളിയ രണ്ടാമത് ഉത്തരമേഖല പുരുഷ വനിതാ കമ്പവലി മത്സരം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. KV സുധാകരൻ അധ്യക്ഷനായിരുന്നു. കമ്പവലി മത്സരത്തോടനുബന്ധിച്ച് അനുമോദനവും നടന്നു. റെഡ് സ്റ്റാർ കാറമേലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന രണ്ടാമത് ഉത്തരമേഖല പുരുഷ വനിതാ കമ്പവലി മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ പടിപ്പുര ബ്രദേഴ്സ് കിഴക്കുംപാട് 1ാം സ്ഥാനവും EMS വായനശാല തെക്കേക്കര 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പുരുഷ വിഭാഗത്തിൽ ലക്കി സ്റ്റാർ കോളിയാട് 1ാം സ്ഥാനവും കൊടക്കാട് ടിംബർ മർച്ചന്റ് 2ാം സ്ഥാനവും നേടി. കമ്പവലി മത്സരത്തോടനുബന്ധിച്ച് SSLC +2 ഉന്നത വിജയികളെ അനുമോദിച്ചു. MSc ബയോടെക്നോളജിയിൽ 3ാം റാങ്ക് നേടിയ രമ്യ VM-നെയും കമ്പവലി രംഗത്തെ നിറസാന്നിധ്യമായ S എറമുള്ളാനെയും അനുമോദിച്ചു. കുറ്റൂർ അഞ്ചനപ്പുഴ സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം നമ്മളിലേക്ക് വല്ലാതെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലം. കുറച്ചു മുമ്പ് വന്ന സന്തോഷിച്ച കാലത്തിൻ്റെ ഒരു കഥയാണ് എനിക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഓർമ്മയിൽ. 2 ദിവസങ്ങളിലായി നടന്നുവന്ന അഞ്ചനപ്പുഴ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ PV കുട്ടൻ അധ്യക്ഷനായി. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ നിർവഹിച്ചു. ചടങ്ങിൽ KV ഗോവിന്ദൻ, C സത്യപാലൻ, പൊന്നം ചന്ദ്രൻ, PP കോരൻ മാസ്റ്റർ, PV കമലാക്ഷൻ, CV സുമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാംസ്കാരിക പഠന കേന്ദ്രം പ്രവർത്തകർ അവതരിപ്പിച്ച കലാസന്ധ്യയും അരങ്ങേറി. ഇനി നാട്ടുവച്ച. ഇന്ന് നാട്ടുപച്ചയിൽ പരിചയപ്പെടാം പപ്പായ വൃക്ഷത്തെ. നമ്മുടെ നാട്ടിലെമ്പാടും സുലഭമായി കാണപ്പെടുന്ന ഒരു ഫലവർഗ വിളയാണ് പപ്പായ. പപ്പായ നല്ല ഭക്ഷണ വിഭവവും മികച്ച ഔഷധ വിളയുമാണ്.
ദഹിക്കാൻ പ്രയാസമായ ആഹാരപദാർത്ഥങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള ഒരു പഴമാണ് പപ്പായ. കാരിക്കേസി കുടുംബത്തിൽപ്പെടുന്ന ഇതിന്റെ ശാസ്ത്രനാമം കാരിക്ക പപ്പായ എന്നാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് വളരുന്നത്. ദഹനത്തെ സഹായിക്കുന്ന ഒരുതരം എൻസൈം പപ്പായയുടെ കറയിൽ അടങ്ങിയിരിക്കുന്നു. ഫലത്തിൽ ധാരാളം പെക്റ്റിൻ, സിട്രിക് അമ്ലം, ടാർട്ടാറിക് അമ്ലം, മാലിക് അമ്ലം, വിത്തിൽ ABC എന്നിവയും അധികമാത്രയിൽ അടങ്ങിയിരിക്കുന്നു. ഇതിന്റെ കറ പുഴുക്കടി ശമിപ്പിക്കുന്നു. പച്ചക്കായ തിന്നുന്നത് ഉദരകൃമികളെ ശമിപ്പിക്കാൻ കാരണമാകുന്നു. ഗ്രഹണി, അതിസാരം എന്നീ അസുഖമുള്ളവർ പപ്പായ പതിവായി കഴിക്കുന്നത് നല്ലതാണ്. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരെ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. പരിപാടി സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ആംപിയർ ഡയറക്ടർ KK ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു CK സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. T രാമൻ, സതീഷ് എന്നിവർ പ്രസംഗിച്ചു. കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന വോളിബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയാണ് പരിശീലന സമയം. ഒരാഴ്ചക്കാലമായി നടന്നുവന്ന ക്യാമ്പിൽ 35ഓളം കുട്ടികൾ പങ്കെടുത്തു. ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ക്യാമ്പംഗങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. വോളിബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KV ശശിധരൻ അധ്യക്ഷനായി. രാംദാസ് T, രമേശൻ, M ബാലകൃഷ്ണൻ, സിദ്ദീഖ്, രവീന്ദ്രൻ KC, രാഘവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വാർഡ് തല ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. സ്വാമിമുക്കിൽ ശുചീകരണ പ്രവർത്തന ഉദ്ഘാടനം വാർഡ് മെമ്പർ PP സുരേന്ദ്രൻ നിർവഹിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവർമാർ, വ്യാപാരികൾ തുടങ്ങി നിരവധി സംഘടനാ പ്രവർത്തകർ പങ്കാളികളായി. T ഗോപാലൻ നേതൃത്വം നൽകി. ഇനി മാറ്റുലി. റബ്ബർ വില തകർച്ച. കർഷകരും റബ്ബർ കൃഷിയും കടുത്ത പ്രതിസന്ധിയിൽ. ഈ മേഖലയെ നിലനിർത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഗ്ദാനങ്ങൾക്കപ്പുറം ക്രിയാത്മകമായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി കരുതുന്നുണ്ടോ? പ്രതികരണങ്ങൾ. വലിയ പ്രശ്നം തന്നെയാണ്. കാരണം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാർ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് ചെയ്ത റബ്ബറിൻ്റെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ചെയ്ത ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കൃഷി രീതിയാണ് ഈ റബ്ബറിൻ്റെ ഇത്. അതിൻ്റെ വില കയറിയപ്പോൾ ജനങ്ങളൊക്കെ സന്തോഷിക്കുകയും കൂടുതൽ വലിയ മലയോര മേഖലകൾ വലിയ ഒരു മുതലാളിത്ത മേഖലകളായി മാറുകയും ചെയ്തു. പക്ഷേ ശരിക്കും ഒരു കൃഷിവിള എന്ന നിലയിൽ റബ്ബറിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൃഷിയും ഭക്ഷണവുമായിട്ടാണ് ഏറ്റവും അധികം ബന്ധപ്പെടേണ്ടത്. കാരണം ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുക, സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതായിരിക്കണം ഏതൊരു ജനതയുടെയും ലക്ഷ്യം. ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിന്റെ ഭാഗമായി നമുക്കറിയാം, നമ്മുടെ ഒരു സംഘടന ഇതിനെതിരെ വലിയ രീതിയിലുള്ള മനുഷ്യച്ചങ്ങല പോലും തീർത്തിട്ടുണ്ട്. ആസിയാൻ കരാർ എന്ന് പേരിൽ അറിയപ്പെടുകയും ആ ആസിയാൻ കരാറിനെതിരെയുള്ള സംഘടിതമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി റബ്ബറിന്റെ വില നേരെ കുത്തനെ താഴോട്ട് പോകുമെന്നുമെല്ലാം മുൻകാലങ്ങളിൽ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ സ്ഥിതി ശരിയായ രീതിയിൽ വരികയും റബ്ബറിന്റെ വില നേരെ പകുതിയാവുകയും ആ പകുതിയായ രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുകയുമാണ്. നമ്മളതിനെ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതുമാത്രമല്ല, ഈ കിഴക്കൻ മലയോരത്ത് ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നമ്മളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച റബ്ബർ കൃഷി, ഇതിന് നല്ല വരുമാനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റ് വിളകളെല്ലാം നശിപ്പിച്ചിട്ടാണ് റബ്ബർ ചെയ്തത്. ഇടക്കാലത്ത് 1-2 തവണ മോഹവില ഉണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ പോയി. ഇപ്പോഴെല്ലാവരും ഇത് മുറിച്ച് നശിപ്പിക്കാനാണ് നോക്കുന്നത്. പറ്റുമെങ്കിൽ അതിനകത്ത് കുരുമുളക് വള്ളി വെക്കാൻ പറ്റുമെന്നില്ല ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. മലയോര മേഖലയിലെ കാർഷിക മേഖലയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്ന
റബ്ബർ കർഷകരെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ ഉടനടി ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചില്ലെങ്കിൽ വയനാട്ടിലെ പോലെ ഇടുക്കിയിലെ പോലെ കർഷകരുടെ കൂട്ട ആത്മഹത്യ എന്ന് പറയുന്നില്ല, കൂട്ട ദുരിതമായ ആ ജീവിതത്തിലേക്ക് റബ്ബർ കർഷകരും എത്തിപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല. അറിയിപ്പുകൾ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും വിജയാഘോഷവും മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്കൂളിൽ നടക്കും. പയ്യന്നൂർ അസംബ്ലി മണ്ഡലം വികസന സെമിനാർ മെയ് 29 രാവിലെ 10 മണിക്ക് കണ്ടോത്ത് കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ആരോഗ്യ സർവകലാശാല നോർത്ത് സോൺ കലോത്സവത്തിന് പരിയാരത്ത് തിരിതെളിഞ്ഞു. ഇത്തരം കലോത്സവങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി കെ ശ്രീമതി ടീച്ചർ MP. ആലപ്പടമ്പിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവമെന്ന് വീട്ടുകാർ. പടന്ന പഞ്ചായത്തിൽ തയ്യാറാക്കിയ വാർഡ് വിഭജന രൂപരേഖ പക്ഷപാതപരവും അശാസ്ത്രീയവുമെന്നാരോപിച്ച് LDF പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നയാൾ UDF-ന് വിടുവേല ചെയ്യുന്നുവെന്ന് കെ കുഞ്ഞിരാമൻ MLA. സ്വാഭാവികമായും CPM ഇടപെടുന്ന മേഖലകളിലെല്ലാം അവരുടെ സ്വാധീനം ചെലുത്താനുള്ള സാഹചര്യം. പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങളുമായി GSTU-വിന്റെ കാസർഗോഡ് ജില്ലാതല വാഹന പ്രചരണ ജാഥ. ഹക്കിമിന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി സത്യാഗ്രഹി അത്തായി ബാലന്റെ നാട്ടുകാരും പന്തലിൽ. മാവോയിസം കുറ്റകരമല്ലെന്നുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് പോകുന്നത് UDF-ലെ പ്രശ്നങ്ങൾക്ക് മറയിടാനാണെന്ന് CPI-ML റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ. മാടായിക്കാവിൽ പ്രഖ്യാപിക്കപ്പെട്ട ക്ഷേത്രകലാ അക്കാദമിയുടെ ഉദ്ഘാടനം വീണ്ടും അനിശ്ചിതത്വത്തിൽ. അക്കാദമി ഉദ്ഘാടനം മാറ്റിവെക്കുന്നത് ഇത് 3-ാം തവണ. ആസ്ഥാനം മാടായിൽ നിന്ന് മാറ്റാനുള്ള ചരട് വലികൾ ആരംഭിച്ചതായും ആക്ഷേപം. ഇടയിലക്കാട് കായലിൽ കല്ലുമ്മക്കായ കൃഷി ഇറക്കിയവർ വിളവെടുത്തത് നഷ്ടക്കണക്ക്. കായൽ വെള്ളം ജീർണിച്ചതാണ് കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ ഇടയാക്കിയതെന്ന് കർഷകർ. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.